രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുവതിയുടെ മൊഴി സാധൂകരിച്ച് ഡോക്ടർമാർ. അമിത രക്തസ്രാവം ഉണ്ടായെന്നും യുവതിയുടെ ആരോഗ്യാവസ്ഥ മോശമായെന്നും ഡോക്ടർമാരുടെ മൊഴി. യുവതി നൽകിയ രേഖകൾ ആധികാരികം തന്നെ എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വിവരങ്ങളുമായി അഞ്ജു ജയപ്രകാശ് ചേരുന്നുണ്ട്. അഞ്ജു, ഇന്നലെ തന്നെ ഈ കൊടുത്ത മരുന്നിന്റെ വിവരങ്ങളും ഒക്കെ പുറത്തു വന്നിരുന്നതാണ്. ആ ഘട്ടത്തിൽ തന്നെ ഈ ആശങ്ക എല്ലാവരും പങ്കുവച്ചിരുന്നതുമാണ്. അതായത് 10 ആഴ്ചയ്ക്കുള്ളിൽ കഴിക്കേണ്ട മരുന്നാണ് 3 മാസത്തിനപ്പുറം കൊടുത്തത് എന്ന ഗുരുതരമായ കുഴപ്പം നിലനിൽക്കുന്നു. പ്രാകൃതമായ രീതിയിലാണ് ഇത് ഈ രാഹുൽ മാങ്കൂട്ടവും അയാളുടെ കൂട്ടാളിയും കൈകാര്യം ചെയ്തത്. ഈ വിഷയം ആ മരുന്ന് നിർബന്ധിച്ച് കഴിപ്പിച്ചതിനെ തുടർന്ന് വളരെ ഗുരുതരാവസ്ഥയിലാവുന്നു ഈ പെൺകുട്ടി അമിത രക്തസ്രാവം കൊണ്ട് എന്നതും ആ പെൺകുട്ടി തന്നെ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നതാണ്. ഇപ്പോൾ അത് ഡോക്ടർമാർ കൂടി സ്ഥിരീകരിക്കുന്നുണ്ടല്ലേ? ഹർഷൻ, അങ്ങനെയാണ്. അതായത് മുമ്പ് പുറത്തു വന്നിട്ടുള്ള മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നിട്ടുള്ള ഓഡിയോ സംഭാഷണത്തിൽ പറഞ്ഞ ആരോഗ്യ പ്രശ്നങ്ങൾ അതേപടി സ്ഥിരീകരിക്കുകയാണ് ഡോക്ടർമാരുടെ മൊഴികൾ എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതായത് അന്വേഷണ സംഘമാണ് ഈ ഡോക്ടർമാരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ആ മൊഴിയിലാണ് ഇപ്പോൾ 2 ഡോക്ടർമാരാണ് ഈ പെൺകുട്ടി ഇത് സംബന്ധിച്ച് ചികിത്സ തേടിയിട്ടുണ്ടായിരുന്നത്. ഈ ഇരുവരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ആ മൊഴിയിലാണ് അമിത രക്തസ്രാവം ഈ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ഈ വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എന്ന് കൂടി ഡോക്ടർമാർ പറയുന്നുണ്ട്. യുവതി നൽകിയ രേഖകൾ ഇതോടുകൂടി ആധികാരികമാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയാണ്. ചികിത്സിച്ച 2 ഡോക്ടർമാരും ഒരേ രീതിയിൽ തന്നെയാണ് മൊഴി നൽകിയിരിക്കുന്നത്. അതായത് ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ കുട്ടി മാനസിക പ്രശ്നങ്ങൾ കാരണം ചികിത്സ തേടിയിട്ടുള്ള ഡോക്ടർ, ശാരീരിക ബുദ്ധിമുട്ട് കാരണം ചികിത്സ തേടിയിട്ടുള്ള ഡോക്ടർ, ഇവരുടെയൊക്കെ മൊഴി കൃത്യമായിട്ട് പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആ മൊഴി കേസിൽ ഏറെ നിർണായകമാണ്. ഗർഭചിത്രം നടത്താൻ വേണ്ടി കൈമനത്ത് കാറിൽ വെച്ചാണ് ഈ 2ാം പ്രതിയായിട്ടുള്ള ജോബി രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം മരുന്ന് നൽകിയത് എന്നതാണ് പെൺകുട്ടിയുടെ മൊഴി ഉണ്ടായിരുന്നത്. മരുന്ന് നൽകിയിട്ടുള്ള സ്ഥലം, ഒപ്പം വാഹനം, അവിടെ ആ പരിസരത്തുള്ള CCTV ഇതൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സംഭവത്തിന് പിന്നാലെ തന്നെ കുട്ടിക്കുണ്ടായ ആരോഗ്യ ബുദ്ധിമുട്ട് അത് കൃത്യമായിട്ട് പുറത്തു വരുന്ന ഓഡിയോ ക്ലിപ്പുകളിൽ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ആ ഓഡിയോ ക്ലിപ്പ് എന്താണോ സാധൂകരിക്കുന്നത് സമാനമായിട്ടുള്ള മൊഴി തന്നെയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ 2 ഡോക്ടർമാരും നൽകിയിരിക്കുന്നത്. അത് കേസിൽ ഏറെ നിർണായകമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുറത്തു വന്നിട്ടുള്ള ശബ്ദരേഖ അത് എത്രത്തോളം വാലിഡ് ആയിട്ടുള്ളത് എന്നതാണ്. അതിന്റെ പരിശോധനയും അല്പസമയത്തിനകം ആരംഭിക്കുക തന്നെ ചെയ്യും. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ഈ ശബ്ദ സാമ്പിളുകൾ പോലീസ് പരിശോധന വിധേയമാക്കുകയാണ്. അതോടുകൂടി പുറത്തു വന്നിട്ടുള്ള ഓഡിയോയുടെ സ്ഥിരീകരണം, പുറത്ത് നൽകിയിട്ടുള്ള ഡോക്യുമെന്റിന്റെ സ്ഥിരീകരണം ഇതൊക്കെ വ്യക്തമാകുകയാണ്. ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കേസിൽ മുന്നോട്ടേക്ക് പോകാൻ സാധിക്കും. രാഹുലുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ കയ്യിലേക്ക് ലഭിക്കുകയാണ് ഇതോടുകൂടി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സുഹൃത്തുക്കളുടെ മൊഴി കൂടി ഇതിൽ രേഖപ്പെടുത്തും. പെൺകുട്ടി ഈ വിവരം പങ്കുവച്ചിട്ടുണ്ടായിരുന്ന സുഹൃത്തുക്കൾ, ഒപ്പം ഈ വിവരം അറിയാവുന്ന യൂത്ത് കോൺഗ്രസിലെ യുവ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളിലേക്ക് പോലീസ് അന്വേഷണം എത്തുകയാണ്. കൂടാതെ 2 തവണ പീഡനം നടന്നിട്ടുണ്ടായിരുന്ന ഫ്ളാറ്റുകളിലാണ്. ആ പീഡനം നടന്ന സ്ഥലം ഒന്ന് തിരുവനന്തപുരത്തെ തൃക്കണാപുരത്ത് വെച്ചാണ് ആദ്യ പീഡനം നടത്തിയിരിക്കുന്നത്. ആ ബലാത്സംഗം ചെയ്തതിന് പിന്നാലെ വീഡിയോ ഉൾപ്പെടെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയാണ് പോലീസ് സംഘം കഴിഞ്ഞ ദിവസം പെൺകുട്ടിയുമായി ചെന്ന് മഹസർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ആ പരിസരത്തെ CCTV ദൃശ്യങ്ങളും ഈ ദിവസം ഡേറ്റ് സഹിതം പോലീസ് പരിശോധിക്കുന്നുണ്ട്. അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ. ഒപ്പം തന്നെ അന്വേഷണ സംഘം പാലക്കാട് എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാലക്കാട് നിന്നും പാലക്കാട്ടെ ഫ്ളാറ്റിൽ നിന്നും ഈ വിവരങ്ങൾ, സമാനമായിട്ടുള്ള രീതിയിലുള്ള വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. ഇപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. പക്ഷേ നിർണായകമായ വിവരങ്ങൾ ഇനിയും അന്വേഷണ സംഘത്തിന് കണ്ടെത്തണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അയാളുടെ കൂട്ടാളിയും കസ്റ്റഡിയിലാവേണ്ടതുണ്ട്. മാത്രമല്ല ഈ ഡിവൈസുകളൊക്കെ പോലീസിന് കണ്ടെടുക്കേണ്ടതുണ്ടല്ലോ. കാരണം ഈ നേരത്തെ തന്നെ പെൺകുട്ടിയുടെ ആരോപണത്തിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ, പരാതിയിൽ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്യുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ. അത് കാണിച്ച് വീണ്ടും ഭീഷണിപ്പെടുത്തി ബലാത്സംഗം ചെയ്തു എന്നതാണ് ആരോപണം. അതടക്കം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് പോലീസിന് വേഗത്തിൽ കിടക്കേണ്ടതില്ലേ?
ഹർഷൻ, അതിവേഗത്തിൽ തന്നെ പോലീസ് രാഹുലിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പോലീസിന് മുന്നിൽ ഉള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് കോടതിയിൽ പ്രധാനമായിട്ടും പരിശോധിക്കുക തെളിവുകളായിരിക്കും. ആ തെളിവുകൾ കൃത്യമായിട്ട് തങ്ങളുടെ കൈവശമുണ്ട് എന്ന് കൂടുതൽ ഉറപ്പിക്കുക. ഒരു കാരണവശാലും ജാമ്യം ലഭിക്കാത്ത തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കണം. അതിനാൽ തന്നെ വേഗത്തിൽ അറസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ വീണ്ടും ശക്തനായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അത് ഈ മൊഴി നൽകിയിട്ടുള്ള അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ വലിയ തരത്തിൽ ഭീഷണി ഉൾപ്പെടെ നേരത്തെ തന്നെ ഫോണിൽ ഉൾപ്പെടെ ഭീഷണി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ പുറത്തിറങ്ങിയാൽ പിന്നെ എങ്ങനെയായിരിക്കും എന്നതിനെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു സ്ഥിതി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ശക്തമായ ഡോക്യുമെന്റുകൾ, തെളിവുകൾ ഇതൊക്കെ കയ്യിലാക്കിക്കൊണ്ട് അത്തരത്തിൽ പിന്നീട് ഒരു അറസ്റ്റിലേക്ക് എന്ന രീതിയിലേക്ക് അന്വേഷണ സംഘം മൂവ് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഓഡിയോ സംഭാഷണം, ഡോക്ടറുടെ മൊഴി, സുഹൃത്തുക്കളുടെ മൊഴി, വേണ്ടി വന്നാൽ അതിജീവിതയെ വീണ്ടും മൊഴിയെടുക്കാനുള്ള ഒരു നീക്കത്തിലേക്കും അന്വേഷണ സംഘം കടക്കുന്നുണ്ട്. അത്തരത്തിൽ എല്ലാം കൃത്യമായതിനു ശേഷം അറസ്റ്റ് എന്നതാണ്. ബുധനാഴ്ച വരെ സമയമുണ്ട് അന്വേഷണ സംഘത്തിന് ജയപ്രകാശാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഡോക്ടർമാരും ഈ പെൺകുട്ടിയുടെ പരാതികളെ സാധൂകരിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് നൽകിയിരിക്കുന്നത്.